അമ്മ ഇവിടെ ഗുജറാത്തിൽ വന്ന ശേഷം അങ്ങനെ കറങ്ങാനൊന്നുമുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ ഇടയാണ് നമ്മുടെ തുടരും മൂവി വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ ഗുജറാത്തിലെ തിയേറ്ററിൽ. അങ്ങനെ അമ്മേനെയും കൂട്ടിയിട്ട് ആ മൂവിയൊക്കെ ഒന്ന് കാണിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കിന് അത്ഭുതമായി തോന്നി. കാരണം ഇവിടെ ഗുജറാത്തിലൊക്കെ മലയാളം മൂവീസ് റിലീസാവുമെന്ന്. സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാ മൂവീസും, അതായത് ഒട്ടുമിക്ക നല്ല മൂവീസും റിലീസാവാറുണ്ട് കേട്ടോ. അപ്പോൾ അതേ അമ്മേനെയും കൂട്ടിയിട്ട് തുടരും മൂവിയൊക്കെ പോയി കണ്ടു. നല്ലൊരു മൂവിയായിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ വീഡിയോസൊക്കെ ശരിക്കും കുറച്ച് മുന്നേ തന്നെ ഞാൻ എടുത്തു വെച്ച വീഡിയോസാണ് കേട്ടോ. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് പോസ്റ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുള്ളൊക്കെ ഒരു ടൈം കിട്ടിയത് കേട്ടോ. അപ്പം എന്തായാലും അതിനുശേഷം ഞങ്ങൾ അമ്മേനെയും കൂട്ടിയിട്ട് വേറൊരു ദിവസം ഇവിടെ അടുത്ത് തന്നെ ഒരു സ്വാമിനാരായൺ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമ്പലമുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മേനെയും കൊണ്ട് പോയ കാഴ്ചകളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സ്വാമിനാരായൺ ടെമ്പിളിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എടുത്ത് പറയേണ്ട കാര്യമാണ്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതുമല്ല നമ്മളിപ്പോൾ ഈ വൈകുന്നേരം ടൈമിലൊക്കെ പോകുമ്പോൾ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. എന്തൊരു രസമെന്നറിയോ ലൈറ്റിംഗ് ഒക്കെ ആയിട്ട്. നമ്മളെ ഒരു എന്താ പറയുക, നമ്മളെ മൈസൂർ പാലസിലൊക്കെ പോയിട്ടുള്ള ആ ഒരു വ്യൂ ഇല്ലേ പുറത്തുനിന്നൊക്കെ കാണുമ്പോഴുള്ള അതേപോലത്തെ ഒരു വ്യൂ ആണ് കേട്ടോ ഇവിടെ. ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ വാമിക്കുട്ടി ഇങ്ങനെ പൈസ, അതായത് ചില്ലറ പൈസയൊക്കെ ചോദിക്കാൻ കേട്ടോ അമ്മേനോട്. കോയിൻസ് എന്തിനാണ് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് നാട്ടിലൊക്കെ നമ്മുടെ അമ്പലത്തിൽ കോയിൻസ് ഭണ്ഡാരത്തിലിടുമല്ലോ, അതേപോലെ എവിടെ ഇടാൻ പറ്റുന്നൊക്കെയാണ് കേട്ടോ ആളുടെ വിചാരം. അപ്പോൾ അതുകൊണ്ട് എവിടെയാണ് ഇടുക എന്നൊക്കെ തപ്പി നടക്കുകയാണ് കേട്ടോ കോയിൻസ് അമ്മേൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ച ശേഷം. അപ്പം ഇതിൻ്റെ ഈ ഒരു അമ്പലത്തിൻ്റെ ഭംഗി കണ്ടിട്ട് അമ്മ തന്നെ ഞെട്ടിപ്പോയിട്ടോ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതേപോലെ നോക്കൂ, ഇതിൻ്റെയൊക്കെ ഉള്ളിലുള്ള കൺസ്ട്രക്ഷൻ നോക്കൂ, എന്തുമാത്രം പണിയെടുത്തിട്ടായിരിക്കും ഇവരിതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക അല്ലേ. അപ്പം നല്ല, അതായത് ഈ അമ്പലത്തിന് ഉള്ളിൽ കയറിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വേറൊരു ഫീൽ തോന്നിയത്. കാരണം ഇതൊരു എന്താ പറയുക, ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടില്ലേ, അതേപോലത്തെ ഒരു സംഭവമൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒക്കെ ഒരു സെറ്റപ്പ്. എന്താ പറയുക, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു എൻവയൺമെൻറ്റ് എന്ന് പറയില്ലേ, അത് തന്നെ. പിന്നെ ഇത് കുറേ സ്വാമിമാരെ വിഗ്രഹങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത്. ശരിക്കും അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ ആ ഒരു ടെമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ കൃഷ്ണൻ, രാധ അങ്ങനെയുള്ള വിഗ്രഹങ്ങളും ഉണ്ട് അവിടെ. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ വിഗ്രഹങ്ങളല്ല കേട്ടോ അവിടെ. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് എന്താ അറിയില്ല, നട അടഞ്ഞു കിടക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എന്തായാലും അതൊക്കെ അമ്മയ്ക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഞങ്ങളിവിടെ 1-2 തവണ വന്നിട്ടുണ്ട്, പക്ഷെ അമ്മേനെയും കൂട്ടിയിട്ട് ആദ്യമായിട്ടാണ്. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഇവിടെ വന്നപ്പം ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് തിരിച്ച് വരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. ആ ഒരു അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ. കാരണം അത്ര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നു, അയ്യോ അച്ഛനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര നന്നായിരുന്നേന്ന്. ശരിക്കും അച്ഛൻ നാട്ടിലാണുള്ളത്, അപ്പോൾ അച്ഛന് ശരിക്കും ഇതൊക്കെ മിസ് ചെയ്യും. എന്തായാലും വേണ്ടിയില്ല, അച്ഛൻ ഇനിയും വരാമല്ലോ അല്ലേ. അങ്ങനെ ദേ അമ്പലത്തിൽ നിന്നൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഉള്ളിലൊക്കെ തൊഴുതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പുറത്തെ ഒരു ബിൽഡിങ്ങിലേക്ക് നോക്കുമ്പോൾ അവിടെ എന്തോ ഒരു സ്വാമിമാരെല്ലാവരും കൂടിയിരുന്നിട്ട് എന്തൊക്കെയോ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ ഞാൻ അമ്മയ്ക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. ആൾക്ക് പിന്നെ എന്താ പറയുക, റിട്ടയർമെൻറ്റ് ലൈഫിന് ശേഷം ഇപ്പോഴാണ് ഒന്നിങ്ങനെ ആസ്വദിച്ച് അടിച്ചു പൊളിച്ചൊക്കെ നടക്കാൻ പറ്റിയത് കേട്ടോ. അതായത് വർക്കിംഗ് ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഭയങ്കര ബിസി ആയിട്ടുള്ള ലൈഫ് തന്നെയായിരുന്നു. ഇപ്പോൾ അത് റിട്ടയറൊക്കെ ആയ ശേഷമാണ് ലൈഫൊക്കെ ഒന്ന് അമ്മ സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്ത് തുടങ്ങിയത് തന്നെ പറയാം കേട്ടോ. അപ്പം എനിക്കാണെങ്കിൽ അമ്മേനെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റിയതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഭാഗ്യമായിട്ടാണ് കേട്ടോ ഞാൻ കരുതുന്നത്. ഇപ്പോൾ അച്ഛനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത്രയും നന്നായേനെ. ഇപ്പം നിങ്ങളെന്നെ കണ്ടിട്ടുണ്ടാകും കഴിഞ്ഞ വ്ളോഗ്സിലൊക്കെ അച്ഛനും അമ്മയും അമ്മൂമ്മയും കൂടെ നമ്മൾ ഗുജറാത്തിൽ നിന്ന് കേട്ടോ, ഡൽഹിയിലൊക്കെ വന്ന സമയത്ത് ഞാൻ എല്ലായിടത്തും കറക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് എനിക്ക് ഞാൻ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ ഇവരെ കാണണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുള്ളിൽ നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് അതിന് പറ്റിയൊരു പാർട്ട്ണറെയാണ് കൂടെ കിട്ടിയതെന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്. കാരണം ഏട്ടൻ എൻ്റെ കൂടെ എല്ലാത്തിനും നിൽക്കും. അതേപോലെ എൻ്റെ ഫാമിലിന് സ്വന്തം ഫാമിലിമാർ തന്നെയാണ് കേട്ടോ കാണുക. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നാറില്ല. അപ്പോൾ ഈ അമ്മ വന്നപ്പോൾ തന്നെ ഞാൻ എന്നോട് ആദ്യം പറഞ്ഞൊരു കാര്യം, നമുക്ക് എന്തായാലും അമ്മേനെ സ്വാമിനാരായൺ ടെമ്പിളിൽ കൊണ്ടുപോയി കാണിക്കണം, അമ്മയ്ക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ എനിക്ക് അതേപോലെ തന്നെ അമ്മ അവിടെ ചെന്നപ്പോൾ അമ്മയ്ക്ക് അതേ വൈബ് തന്നെ ഫീൽ ചെയ്യുകയും ചെയ്തിട്ടോ. അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു ആ അമ്പലത്തിൽ പോയത്. എന്തായാലും അത് പ്രത്യേക ഒരു സുഖമായിട്ടാണ് തോന്നി. എന്തായാലും ഏട്ടൻ്റെ അമ്മയും ഒക്കെ വരുമ്പോൾ ഏട്ടൻ്റെ ഫാമിലിയൊക്കെ വരുമ്പോഴും ഇവിടെയൊക്കെ കൊണ്ടുപോകണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം തന്നെ എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ ബാമിക്കുട്ടിയും ഏട്ടനും അമ്മയും കൂടെ എന്തൊക്കെയൊക്കെയോ കളികളൊക്കെ കളിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വേറൊരു ബിൽഡിങ്ങിൽ വേറെ എന്തൊക്കെയോ സ്ത്രീകളും എന്തൊക്കെയോ ഒരു ഫംഗ്ഷൻ പോലെയൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏട്ടൻ നമുക്കൊന്ന് ചുമ്മാ അങ്ങോട്ട് കയറിയായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, നമുക്ക് ചിലപ്പോൾ കയറാൻ പറ്റില്ല, ചിലപ്പോൾ കല്യാണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ടൊന്നും കയറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടുന്ന് ഇങ്ങനെ കളിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് വരാൻ തോന്നില്ല. അമ്മ ലാസ്റ്റിന് പറയാം, ഏട്ടൻ പറഞ്ഞ അമ്മയെ നമുക്ക് പോയാലോ എന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയും, വേണം മോനെ കുറച്ചും കൂടെ ഇവിടെ ഇരുന്നാലോ, അങ്ങനെ പറഞ്ഞിട്ട് അമ്മ ഇവിടെ ഇരിക്കാൻ പോവായിരുന്നു. അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ അവിടെ, കുറേ ആൾക്കാർ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും ഒരു പ്രത്യേക വൈബാണ്, ഒരു പ്രത്യേക സുഖം അങ്ങനെ.
എന്തായാലും ദേ ഞങ്ങളപ്പോൾ കുറച്ച് ഫോട്ടോസ്, ഫാമിലി ഫോട്ടോസ് ഞാനും ഏട്ടനും മോളും കൂടെ എടുത്തു. പിന്നെ അതേപോലെ അമ്മയ്ക്കും ഏട്ടനും മോക്കും എടുത്തു കൊടുത്തു. അമ്മേൻ്റെ സിംഗിൾ ഫോട്ടോസ് എടുത്തു കൊടുത്തു. അമ്മ അപ്പോൾ തന്നെ അമ്മേൻ്റെ ഫോട്ടോസ് എടുക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേ ഫോട്ടോസ് എടുത്തിട്ട് അച്ഛൻ അയച്ചു കൊടുക്കും. അപ്പോൾ അമ്മയ്ക്ക് ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക അച്ഛൻ ആ ഫോട്ടോസ് അയച്ചു കൊടുത്താലാണ്. ഇപ്പോഴും ആ ഒരു ഈ ഒരു ഏജിലും അവരുടെ ആ ഒരു ലവ് ഇത്ര സ്ട്രോങ് ആയിട്ട് പോകുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലേ. എന്താണല്ലേ, അടിപൊളി. അങ്ങനെ പിന്നെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം അത് ഞങ്ങൾ കാറിൽ കയറാൻ പോവുകയാണ്. എന്തായാലും നല്ല ഒരു ഈവനിങ് തന്നെയായിരുന്നു ഫാമിലിയോടൊത്തിട്ട്. പിന്നെ വാമിക്കുട്ടിയും നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് അടുത്ത ദിവസം സ്കൂളിലൊക്കെ പോയി വന്നതിന് ശേഷം, അതൊരു സാറ്റർഡേ ആയിരുന്നു, അപ്പം ഞാൻ സ്കൂളിലൊക്കെ പോയി വന്നതിന് ശേഷം ഞാൻ വിചാരിച്ചു വാമിക്കുട്ടീൻ്റെ മുടി വല്ലാണ്ട് വളർന്നിട്ടുണ്ട്, അപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഷോർട്ട് ആക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ സ്കൂളിൽ പോകുമ്പോൾ രാവിലെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾ മുടി കെട്ടാനൊന്നും സമ്മതിക്കില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് അവളുടെ മുടി ഷോർട്ടാക്കാന്ന്. പിന്നെ ഞാൻ വിചാരിച്ചത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കരച്ചിലൊക്കെ ആയിരിക്കുന്നതാണ്. പക്ഷേ ആൾ ഫുള്ള് ഹാപ്പിയിലാണ് കേട്ടോ മുടിയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനും വിചാരിച്ചു ആൾ നല്ല കംഫർട്ടായിരിക്കുന്നുണ്ടല്ലോ എന്ന് എനിക്കും ഇങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ അവൾ കട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു എനിക്കും ഒന്ന് കട്ട് ചെയ്താലോ. അങ്ങനെ ഞാനും ഒന്ന് കട്ട് ചെയ്തു കേട്ടോ. പിന്നെ അവർ ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്ത് തന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫിലിം സ്റ്റാർ ലുക്കായിരുന്നു ഹെയറൊക്കെ. മാമിക്കുട്ടിൻ്റെ മുടിയും ബ്ലോ ഡ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ലായിരുന്നു, എനിക്ക് ശരിക്കും ചെയ്യേണ്ടതെന്ന് പിന്നീട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഞാനും അമ്മയും ഏട്ടനും വാമിക്കുട്ടിയും കൂടെ നേരെ വിട്ടത് ഗുജറാത്തി താലി അമ്മേനെ കൊണ്ട് കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടുത്തെ ഫുഡൊക്കെ അമ്മേനെ കൊണ്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യിപ്പിക്കണ്ടേ. അപ്പോൾ എന്തായാലും ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഗുജറാത്തി താലി അമ്മയ്ക്ക് ഓർഡർ ചെയ്തു. ഏട്ടനും ഗുജറാത്തി താലിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇവിടെ ഗുജറാത്തിൽ ചിക്കൻ കിട്ടില്ല കേട്ടോ, വെരി സോറി. ഇവിടെ കൂടുതലായിട്ടും വെജ് ഐറ്റംസ് മാത്രമേ കിട്ടുള്ളൂ. ഒരു 80% ആൾക്കാർ ഇവിടെ വെജിറ്റേറിയൻസ് ആണ് കേട്ടോ, ബൈ ദ വേ. എന്തായാലും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, വെജ് ഫ്രൈഡ് റൈസ് ആയിരുന്നു. അതന്നെ ഞാനും വാമിക്കുട്ടിയും കൂടെ ഷെയർ ചെയ്ത് കഴിക്കുക ചെയ്തത് കേട്ടോ. അമ്മയ്ക്ക് എന്തായാലും ഗുജറാത്തി താലി നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര വെച്ചാൽ അമ്മ വിചാരിച്ച എന്താ വെച്ചാൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല എന്നായിരുന്നു. പക്ഷേ വെജ് ഐറ്റംസ് ആണ് എല്ലാം ഉണ്ടായിരുന്നത്. ദാല്, പിന്നെ ജീര റൈസ്, പിന്നെ പനീർ ബട്ടർ മസാല, പിന്നെന്താ മിക്സ് വെജ്, പിന്നെ ഗുലാബ് ജാമുന്, റൊട്ടി, അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അമ്മ കഴിച്ച് നോക്കിയപ്പോൾ തന്നെ അമ്മ പറയുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ട് എന്നുള്ളത് കേട്ടോ. അമ്മയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാമിക്കുട്ടിയാണെങ്കിൽ ഫ്രൈഡ് റൈസ് എന്നും പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്നത് ഒരു മസാല റൈസ് പോലത്തെ ഒരു സംഭവം കേട്ടോ. നിറയെ മസാലയായിട്ടുള്ള ഒരു സംഭവം, എന്താ പറയുക, വായിൽ വെച്ചപ്പോൾ തന്നെ അങ്ങനെ മസാലേൻ്റെ കുത്തായിരുന്നു കേട്ടോ. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്രൈഡ് റൈസ് ഇങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് അറിയില്ലേ എന്ന് വരെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. എന്തായാലും ഒരു വിധത്തിൽ അതൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് എന്തൊരു തൈര് പോലത്തെ ഒരു സംഭവം, തൈരിൽ വേറെ എന്താ പഞ്ചസാര ഇട്ടിട്ടാണെന്ന് തോന്നുന്നു, ലസ്സി പോലെയല്ല വേറെ എന്തോ ഒരു സംഭവമാണ്. അത് കുടിച്ചപ്പോൾ തന്നെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അമ്മേൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അമ്മയ്ക്ക് ചിരി വരുന്നുണ്ട്. അമ്മ അവിടെ തന്നെ വെച്ചു കേട്ടോ, ആൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട്. എന്തായാലും അമ്മേനെ അങ്ങനെ ഗുജറാത്തി താലിയും കഴിപ്പിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി.